കേരളത്തെ കണ്ണീരണിയിച്ച വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 2 വയസ്സ്. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഈ നാട് ഇനിയും വിട്ടുമാറിയിട്ടില്ല. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ രാവിലെ 9 മണിയോടെ സർവ്വമത പ്രാർത്ഥന നടക്കും. വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുണെ, ഹൃദയഭേദകമായ ഒരു നിമിഷമാകും അരുണിന്. പ്രത്യേകിച്ച് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്, ജനൻ ടി വിയുടെ ഭാഗമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അന്ന് അരുണാണ്. നമുക്കറിയാം, 2024 ജൂലൈ 30 ഏകദേശം പുലർച്ചെ 12:45 കൂടിയാണ് 8 കിലോമീറ്റർ ദൂരത്തിൽ ഈ ഉരുൾ പൊട്ടി മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഇതിങ്ങ് എത്തിയത്. നമുക്കറിയാം, അന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞത് അവരുടെ ശ്വാസകോശത്തിലടക്കം ഈ ഉരുള് നിറഞ്ഞു, അല്ലെങ്കിൽ ആ ചെളിയും മണ്ണും നിറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയും മുൻപേ മരണത്തെ പുൽകിയെന്നാണ്. എന്തായാലും ഇന്ന് ആ ദിവസത്തിൻ്റെ വല്ലാത്തൊരു നടുക്കുന്ന ഓർമ്മകളിലാണ് നമ്മളുള്ളത്. ഒന്നുകൂടി നമുക്ക് 2024 പോകേണ്ടതുണ്ട്. എന്തായിരുന്നു ശരിക്കും ആ ദിവസം സംഭവിച്ചത്? ഇന്ന് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് അരുണെ? അശ്വതി, സുരേഷ്, ഈ നാടിനെ പോലെ തന്നെ നമ്മളും ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ജൂലൈ 30 എന്നത്. കാരണം അത്രത്തോളം വേദനയാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാനാകുക എന്നറിയില്ല. കാരണം ഇവിടെ നിന്നാൽ മാത്രമേ ആ ഒരു അവസ്ഥ അറിയൂ. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളുടെ വേദന, ആ വേദന ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര സങ്കട കടലിലായിരുന്നു ഈ നാടൊന്നാകെ ഉണ്ടായിരുന്നത്. ഒരായുസിലുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടമായി. പ്രാണനോടെ മാത്രം രക്ഷപ്പെട്ട, ഉടുതുണിയോടെ മാത്രം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ വിലാപങ്ങൾ അന്ന് നമ്മൾ അവിടെ നിന്ന് കേട്ടതാണ്. ആ വിലാപങ്ങൾക്ക് ഇന്നും ഒരു കുറവുമില്ല. വലിയൊരു വേദനയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹൃദയഭൂമിയിലാണ്, പുത്തുമലയിലാണ് ഈ ഹൃദയഭൂമി ഉള്ളത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലുണ്ടായ ഇടങ്ങളിൽ പെട്ട ആളുകൾക്ക്, ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരിടമാണ് ഈ ഒരു ഭൂമി. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ഹൃദയഭൂമിയല്ല, ഹൃദയം തകർക്കുന്ന ഒരു ഭൂമി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം അത്ര ഒരു ഹൃദയഭേദകമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെയും. അത്ര വൈകാരികമായ ഒരു മുഹൂർത്തങ്ങളിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇനി അല്പസമയങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പുഷ്പാർച്ചനയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അനുസ്മരണ ചടങ്ങുകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ വേദനകൾ, ആ വേദനകൾക്കപ്പുറത്തേക്ക് ഒരു അതിജീവനം, പുനരധിവാസം, ഈ 2 വാക്കുകൾ ഈ വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചോദ്യചിഹ്നമായി, ജീവിതത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന 2 വാക്കുകളാണ്. എങ്ങനെ ഈ മഹാദുരന്തത്തെ അതിജീവിക്കാമെന്ന് ഈ 2 വർഷങ്ങൾക്കിപ്പുറവും ഇവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്ര വലിയ ഒരു ദുരന്തത്തിനെയാണ് ഇവർ ആയുസിൽ ഇത്ര വലിയൊരു ദുരന്തത്തെ അവർ അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം അത്ര വലിയ ഒരു ആഘാതമാണ്, അത്ര വലിയൊരു മുറിവാണ് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു മഹാദുരന്തം, പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. കാരണം അത്തരം ഒരു വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയായിരുന്നു അന്ന് കടന്നു പോയിരുന്നത്. എന്തായാലും ആ ഒരു നടുക്കുന്ന ഓർമ്മകളുടെ 2ാം വാർഷികമാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു പുനരധിവാസം എന്നത് വലിയ ചർച്ചയാകേണ്ട സമയം കൂടിയാണ്. ഈ ദുരന്തമുണ്ടായി 6 മാസങ്ങൾക്ക് ഇപ്പുറം എല്ലാവർക്കും സുരക്ഷിതമായ വീട് ഒരുക്കുമെന്നായിരുന്നു അന്ന് നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. പക്ഷേ ഇപ്പോഴും ആ പുനരധിവാസം 2ാം ഘട്ടത്തിൽ മാത്രമാണ്. അതല്ലെങ്കിൽ 400 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞതിൽ അതിൽ പകുതി പോലും വീടുകൾ ഇപ്പോഴും നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്നുള്ള ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥ കൂടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ടൗൺഷിപ്പ് അത് പാതി വഴിയിൽ പോകുന്നു. കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ആ വാർത്ത നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോഴും ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. 2-3 മാസത്തിനുള്ളിൽ മാത്രം 2ാം ഘട്ടം കൂടി പൂർത്തിയാകും. ഇനിയും ഒരുപാട് ആളുകൾ വീടിനായി കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. ഈ ഹൃദയഭൂമിയിലേക്ക് അനുസ്മരണവും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചനയുമായി എത്തുന്ന അധികൃതരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കാണേണ്ടത് ആ വീടുകളിലെ, അവരുടെ വാടക വീടുകളിലും ബന്ധു വീടുകളിലും ഒക്കെ തന്നെയാണ് ഇവർ ഓരോരുത്തരും അഭയം തേടിയിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ അവരുടെ ഒരു വേദനകൾ കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. കാരണം ആദ്യം സർക്കാർ പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം അത് അനന്തമായി നീളുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറത്തേക്കും പുനരധിവാസം എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി, ഒരു വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഏറ്റവും
ഏറ്റവും ഹൃദയഭേദകമായുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ അരുൺ, നിന്നും കാണാൻ ഒന്ന് കഴിയുന്നത്. രാവിലെ ഇടപെട്ടോട്ടെ മുതൽ അരുൺ. തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമല്ലോ, ഒരുപാട് ടോയ് കാറുകൾ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഒരു കല്ലറയ്ക്ക് മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു. ആ, ശരിക്കും അത് കാണുമ്പോൾ ഹൃദയം വല്ലാതെ നുറുങ്ങിപ്പോകുന്നു. കുഞ്ഞു കുട്ടികളടക്കം അവിടെ കുഞ്ഞു കുട്ടികളടക്കം അവിടെ അടക്കിയിട്ടുണ്ട്. എന്താണ് ആ പ്രതീകം? ഒരുപാട് കുഞ്ഞു കാറുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. അശ്വതി, ഞാൻ ആ വാക്കുകൾ ആ ഇതിലേക്കാണ് എത്തിയിരുന്നത്. കാരണം നമ്മളൊക്കെ എത്തുന്നതിന് നേരത്തെ തന്നെ ആ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയതാണ്. കാരണം ഇവിടെ എത്തുന്ന എല്ലാവരും ഒരു പുഷ്പങ്ങളായിട്ടും അല്ലെങ്കിൽ ഉറ്റവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളൊക്കെ തന്നെയും അവർക്ക് നൽകിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. ശരിക്കും ഈ ഒരു ഹൃദയഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ വാക്കുകൾ അച്ഛനെയും അമ്മയോടും ആ കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ള ആ വാക്കുകളുണ്ടല്ലോ, അത് ശരിക്കും ഈ ഹൃദയഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ആ വാക്കുകൾ വായിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കല്ല. കാരണം അത്ര ഒരു വൈകാരികമാണ്. അതായത് ഒരു പറ്റം ആളുകൾക്ക് നടുവിൽ നമ്മൾ നിൽക്കുന്നു, അവരുടെ വലിയ ഓർമ്മകൾക്ക് നടുവിൽ നമ്മൾ നിൽക്കുന്നു. ആ ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ അമ്മയെ നഷ്ടപ്പെട്ട മക്കൾ എഴുതി ആ ഒരു വാക്കുകൾ കൂടിയുണ്ട്. അമ്മ എന്നുള്ളൊരു വലിയ സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്ന് അരുൺ മനസ്സിലാകും. എന്തായാലും വളരെ വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രിയപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളാണ് ആ മണ്ണിനടിയിൽ പെട്ടുപോയത്. ആ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി അവരുടെ ഉറ്റവരെത്തുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ട സമ്മാനങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. അതെ, പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അരുൺ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ, കാരണം പറയാൻ വാക്കുകളില്ല അല്ലേ. ആ ഒരു വിങ്ങലാണ്, ആ ഒരു ഗദ്ഗതമാണ്. അത് നമുക്കിവിടെ നിന്ന് തന്നെ ആ ഒരു വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒപ്പം അവിടെ പോയി ആ ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ എങ്ങനെ അത് പറയാൻ കഴിയും? കണ്ട ആ ഒരു ഓർമ്മകളിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ അവർ ആ പ്രിയപ്പെട്ടവരെ തേടി ആ ഒരു ഓർമ്മ ദിനത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ ജീവിക്കുകയാണ്, അവരുടെ കൂടെ ഇല്ല എന്നേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി അവരവിടെ എത്തി ആ കുഞ്ഞുങ്ങൾക്ക് നൽകി. അവരുടെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ പറയാൻ കഴിയും എന്ന് കഴിയുന്നില്ല. ആ വാക്കുകളില്ല അവിടെ. ശരി അരുണേ, നമുക്ക് മറ്റ് ചില ഈ വിഷയത്തോട് തന്നെ ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് അരുണേ. 2 വർഷമായി ഈ ഉള്ളുലഞ്ഞിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടാ. നോക്കൂ, ആ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർ വേറെ, ഇപ്പോഴും അവരുടെ ഓർമ്മകളും എല്ലാം നഷ്ടമായി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് കൃത്യമായ പുനരധിവാസം നൽകാനോ, ഒപ്പം നമുക്കറിയാലോ ഈ ഗോസോൺ ഏരിയ, നോ ഗോസോൺ ഏരിയ 50 മീറ്റർ ചുറ്റളവിലുള്ള ഒറ്റപ്പെട്ട വീടുകൾ, അത് പലതും ഇനിയും കൃത്യമായ ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിനു മുൻപ് ഭരിച്ചിരുന്ന പിണറായി സർക്കാരിൻ്റെയും ഇപ്പോൾ ഭരിക്കുന്ന VD സതീശൻ സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥത കൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് പറയാം. തൽക്കാലം നമുക്ക് ആ വൈകാരികത ഒന്ന് മാറ്റിവെക്കാം. അവരുടെ നമുക്ക് ഈ വിഷയം വളരെ പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.